ശ്രീ സേനാപതി വേണു 8 മിനിറ്റ്. സർ, 2026-27 സാമ്പത്തിക വർഷത്തിൽ അവതരിപ്പിച്ച 94 പേജും 327 ഖണ്ഡികകളും 5 ഭാഗങ്ങളുമുള്ള കേരളത്തിൻ്റെ ബജറ്റും ആ ബജറ്റിന് ശേഷമുള്ള പുതുക്കിയ ധനകാര്യ ബജറ്റും, സാർ, ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു രജതരേഖയായി ബജറ്റ്. സാധാരണഗതിയിൽ പരമ്പരാഗത ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ടല്ലോ. ചില പ്രത്യേക വാക്കുകളും ചിലരുടെ ആശയങ്ങളും ഒക്കെ കടമെടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ബജറ്റുകൾ. ഇത് ഉപമയും ഉൽപ്രേക്ഷയും വൃത്തവും ഒന്നുമില്ലാതെ കേരളത്തെക്കുറിച്ച് വളരെ നേരെ തന്നെ സംസാരിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഈ ബജറ്റ് ഭാവി കേരളം എന്താണ്, ഭാവി കേരളം എങ്ങനെയാണ്, ഭാവി കേരളം എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു നേർരേഖയാണ് ഈ ബജറ്റ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് ബജറ്റിനെ എതിർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എതിർപ്പ് എങ്ങനെയാണ്? അത് ഭരണപക്ഷത്തോട് ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പാണ്. ആ എതിർപ്പിൻ്റെ പ്രതിഫലനമാണല്ലോ ഈ സഭ ആരംഭിച്ച് മണിക്കൂറുകൾ, ആഴ്ചകളില്ല, മണിക്കൂറുകൾ കഴിയുമ്പോൾ മുതൽ റൂൾ 50യും അതിൻ്റെ പ്രമേയങ്ങളുമായിട്ട് ഇവിടെ കടന്നു വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവർ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾ കാണുമ്പോൾ, സർ, ഇവർ ആസ്ട്രേലിയൻ സംഘം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഈ സഭയിൽ വന്നതാണെന്ന് തോന്നുന്നു. ആസ്ട്രേലിയൻ സംഘം വന്നതായിട്ട് അങ്ങ് പറഞ്ഞായിരുന്നല്ലോ 3-4 ദിവസം മുമ്പ്. അവരുടെ കൂട്ടത്തിലാണ് ഇവർ ഈ സഭയിൽ ആദ്യമായിട്ട് വന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇവർ ഈ സഭയിൽ ഭരിച്ചതും ഈ നാട് ഭരിച്ചതും ഈ കാര്യങ്ങളൊന്നും ഇവരറിഞ്ഞില്ല എന്ന രീതിയിലാണ് ഇവരുടെ പ്രമേയത്തിലെ വിഷയ അവതരണം. ബഹുമാന്യനായ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നു. സർ, നമ്മുടെ ഗവൺമെൻറ് അധികാരമേൽക്കുന്നത് അതിൻ്റെ മുമ്പിലത്തെ 18-ാം തീയതിയാണല്ലോ. ആ 18-ാം തീയതിക്ക് ശേഷം ഈ ജൂൺ 18 ആയപ്പോൾ 30 ദിവസം, ഇന്ന് ജൂൺ 30 ആയിരിക്കുന്നു. സാർ, 30-ഉം 12-ഉം 42 ദിവസം മാത്രമാണ് ഈ ഗവൺമെൻറ്റിനായിട്ടുള്ളത്. പല മന്ത്രിമാർക്കും, സാർ, തൻ്റെ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ തൻ്റെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിനെയും അവരെ ഉദ്യോഗസ്ഥന്മാരെയും പേരുകൊണ്ട് ഇനിയും തിരിച്ചറിയാറായിട്ടില്ല. അവരുടെ കുഴപ്പം കൊണ്ടല്ല, അത്രയും സമയം അവർക്ക് കിട്ടിയുള്ളൂ. ആ സമയത്തിനിടയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ കട്ടിലിൻ്റെ കാലെത്രയെണ്ണം ഒടിഞ്ഞിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആ ഗവൺമെൻറ്റിനൊന്ന് ഇരിക്കാൻ, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ യഥാസ്ഥാനങ്ങളിലൊന്ന് ഇരുത്താൻ, ആ ഉത്തരവുകൾ കൊടുത്തൊന്ന് നടപ്പിലാക്കാൻ അതിനുള്ളൊരു സമയം നിങ്ങൾ അനുവദിക്കുക. ആ സമയം അനുവദിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് നടക്കും എന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റുവെന്ന് ബഹുമാന്യായ മുഖ്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി നേരത്തെ പ്രസംഗിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ തോറ്റുവെന്ന് നിങ്ങൾ സമ്മതിക്കില്ല. കാരണം നിങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പ്രേംകുമാറിൻ്റെ ഒക്കെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും അവരാണ് ഭരിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു. തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ല. കാരണം വർഗാധിപത്യവും കൊളോണിയസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായ മാറ്റമല്ല എന്ന് പ്രേംകുമാറിനെ മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിലാകില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ കാരണം നിങ്ങൾക്കറിയില്ല. ആ കാരണം നിങ്ങളൊന്ന് ബോധ്യപ്പെട്. ജനം നിങ്ങളെ മൂലക്കിരുത്തി ിരിക്കുന്നു. ആ കാര്യം നിങ്ങൾ ബോധ്യപ്പെട്. എന്നിട്ട് പ്രസംഗിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ 77 തോറ്റിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരൻ 82 തോറ്റിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചു വരും. കമ്മ്യൂണിസ്റ്റുകാരൻ തോറ്റിടത്തൊക്കെ പോയി സാർ. ഇനി അവിടെയൊന്നും തിരിച്ചുവരവില്ല. ബംഗാളിൽ പോയി, ത്രിപുരയിൽ പോയി, ലോകത്തെല്ലായിടത്തും പോയി. അവശേഷിക്കുന്ന തുരുത്ത് ഇവിടെയും തീർന്നു. ഇനി തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത്ര സാധ്യമൊന്നുമല്ല. VDS 1, VDS 2, VDS 3 അതുകൂടി വരുമ്പോഴേക്കും 35-3 ഒതുങ്ങുന്ന കാലഘട്ടം ഈ കേരളത്തിൽ ഒതുങ്ങുന്നു എന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം അധികാരത്തിൽ നിന്ന് പുറത്തുപോയ നിങ്ങൾക്ക് ഇനി ഈ ഗവൺമെന്റിനെ ആക്രമിക്കാനുള്ള ഇല്ലാത്ത കഥകളും കള്ളക്കഥകളും. കഴിഞ്ഞ ദിവസം ഒരു മാന്യനായ ഒരു സുഹൃത്ത് അപ്പുറത്ത് പ്രസംഗിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ 18 മാസത്തെ ക്ഷേമ കുടിശ്ശികൾ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഈ സഭയിൽ രേഖകളുണ്ടല്ലോ സാർ. എന്തിനാണ് നമ്മൾ തർക്കത്തിലേക്ക് പോകുന്നത്? കഴിഞ്ഞ ഗവൺമെന്റിലെ തോമസ് ഐസക്കിന്റെ മറുപടി പ്രസംഗം ഈ സഭാരേഖകളിലുണ്ടല്ലോ. എത്ര മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത്? അന്ന് പറഞ്ഞിരിക്കുന്നു 3 മാസത്തെ കുടിശ്ശിക വരാൻ കാരണം എന്താ? 2016 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 2.5 മാസം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ ഞാൻ. മാർച്ച് മാസം 2-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 60-65 ദിവസം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനുള്ളത്. ഒരു ക്ലീഷേ പോലെ CPM നേതാക്കളും അതിൻ്റെ
മാധ്യമ വക്താക്കളും ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ 18 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്. ഇല്ല സാർ, ഞങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നിരന്തരമായി പ്രചരിപ്പിക്കുന്ന ഈ കള്ളങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങൾ ലൈഫ് പാർപ്പിട പദ്ധതി നിർത്താൻ പോകുന്നു. എവിടെയാണ് സാർ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ലൈഫ് പാർപ്പിട പദ്ധതി ഞങ്ങൾ നിർത്താൻ പോകുന്നുവെന്ന്? എവിടെയാണ് സാർ ഈ സാമ്പത്തിക നമ്മുടെ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പാർപ്പിട പദ്ധതി നിർത്താൻ പോകുന്നുവെന്ന്? കേരളത്തിൽ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട്, ഭവനം കൊടുക്കുമെന്ന് അടിവരയിട്ട് ഈ ഗവൺമെന്റ് പറയുന്നു. അതാണ് സാർ ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യവും നയവും. ഒരുപാട് കള്ളം നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഇവിടെ പ്രിയം ശ്രീയെ കുറിച്ച് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒപ്പിട്ടയാൾ ഇവിടെ ഇരിക്കുന്നു. അല്ല കടക്കാം. ഇവിടെ പി പ്രസാദ് ആയിരുന്നല്ലോ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച്. പി പ്രസാദ് വികാരാധീനനായി പ്രസംഗിക്കുന്ന കേട്ടുകഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? ഇത് ഉമ്മൻചാണ്ടിയാണ് ഒപ്പിട്ടതെന്നാണല്ലോ തോന്നുന്നത്. മറുപടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ചല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? PM ശ്രീ ഞങ്ങൾ ഒപ്പിട്ടത് എന്തിനു വേണ്ടിയാണ്? SSKയുടെ ഫണ്ട് കിട്ടാൻ. ഞാനൊരു ചോദ്യം ചോദിക്കും സാർ, SSKയുടെ ഫണ്ട് ഇനി വേണ്ടേ? മുൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് SSKയുടെ ഫണ്ട് കിട്ടാൻ ഞങ്ങൾ ഒപ്പിട്ടു എന്നുള്ളതാ. ഒപ്പിട്ടുവെന്ന് നിങ്ങൾ സമ്മതിച്ചോ? SSKയുടെ ഫണ്ട് കിട്ടാനാണെന്ന് നിങ്ങൾ സമ്മതിച്ചോ? അപ്പോ ഇനി SSK വേണ്ട എന്നാണെങ്കിൽ നമുക്കത് അവസാനിപ്പിക്കാം സാർ. ഒപ്പിട്ട ആളുകൾ അവരെ ഇരുത്തിക്കൊണ്ടാണ് പി പ്രസാദ് ഞങ്ങളോട് ചോദിക്കുന്നത് ഇതാരാണ് ഒപ്പിട്ടത്? ഒപ്പിട്ടവർ സമാധാനം പറയട്ടെ സാർ. ആ സമാധാനം പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടേതല്ല എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ കൊണ്ടും തീർന്നില്ലല്ലോ. നിങ്ങൾ എത്രയോ കള്ള പ്രചരണങ്ങൾ. ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങൾ ഈ ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ പോകുന്നു എന്നൊരു പ്രപ്പോസൽ. സാർ, ഈ ബജറ്റ് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാണോ? അതിന്റെ 301 മുതൽ 320 20 ഭാഗങ്ങളായി സർക്കാരിന്റെ പുതിയ ധനാഗമന മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ 7ാമതായിട്ടൊരു ഐറ്റം പറഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച്. ആ നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി സഭയിൽ പറഞ്ഞൊരു കാര്യമാണല്ലോ. എന്താ പറഞ്ഞത്? UDF തീരുമാനിച്ചാൽ, കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചാൽ പുതിയ മദ്യനയം ഞങ്ങൾ പ്രഖ്യാപിക്കും. വേണ്ട എന്നുള്ളതാണെങ്കിൽ വേണ്ട, അതാണ് സാർ. അതല്ലാതെ മദ്യം കേരളത്തിൽ ഒഴുക്കുമെന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രചരണം. കേരളത്തിൽ മദ്യം ഒഴുകാൻ പോവുക. സാർ, ആരാ കേരളത്തിൽ മദ്യം ഒഴുക്കിയത്? ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മൻചാണ്ടി 2016 ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ ബാറുകളുടെ എണ്ണം 28, ഒന്നുകൂടി ഉണ്ടായിരുന്നു, അത് അര ബാർ 29. ഇന്ന് ബാറുകളുടെ എണ്ണം 900-ആയി. ആരാണ് സാർ കേരളത്തിൽ മദ്യമൊഴുക്കിയെന്ന് മാത്രമല്ല, കേരളത്തെ നിങ്ങൾ ലഹരിയിൽ മുക്കി എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. ശ്രീ ഋഷിരാജ് സിംഗ്, അദ്ദേഹം എക്സൈസിന്റെ കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പത്രത്തിലെ ഒരു കുറിപ്പ്, കേരളത്തിലെ 1800ഓളം സ്കൂളുകൾ ലഹരി മാഫിയയുടെ പിടിയിലായിരിക്കുന്ന ഭീകരമായ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി. ആ ലഹരി മാഫിയയുടെ വേറിറക്കാനായിട്ടാണ് സാർ ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഓപ്പറേഷൻ തുഫാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, 1 കോടി രൂപയുടെ ലഹരി പദാർത്ഥം പിടിച്ച ആലപ്പുഴയിലെ ഒരു കൗൺസിലർ പ്രസംഗിച്ചത്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നയാളാണ്, അതുകൊണ്ട് എൻ്റെ വാഹനത്തിൽ നിന്ന് ലഹരി പിടിച്ചാൽ കുഴപ്പമില്ല എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ട്. കേരളത്തിൽ ആരാണ് സാർ ലഹരിയെ മുക്കിയത്? ശ്രീ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ നിയമസഭയിൽ പ്രസംഗിച്ചത് ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ചില ലഹരി വിൽപ്പനക്കാരെ മറയാക്കിക്കൊണ്ട് CPM-ന്റെ ചില നേതാക്കൾ കേരളത്തിൽ തഴച്ചു വളർന്നു. സാർ, ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് പുതിയ ബജറ്റുമായി വന്നിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഞങ്ങൾക്ക് ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് സ്നേഹിതരെ, ഈ ബജറ്റ് ഞങ്ങളുടെ ഒരു മഗ്നാകാർട്ടയാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായി ഒരു ബജറ്റിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കുമെന്നുള്ള വാഗ്ദാനം ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നു. കൂടാതെ വന്യമൃഗ ആക്രമണം, ആ ശല്യം തടയുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ സ്നേഹിതരെ സാർ 94, 95 ആ ഉപവകുപ്പുകളിലായി 243.80 കോടിയും 192.20 കോടിയുമായി അങ്ങനെ 437 കോടി രൂപ ചരിത്രത്തിൽ ആദ്യമായി വന്യജീവി സംഘർഷവും പ്രശ്നവും തടയാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം. കൂടാതെ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സമഗ്രമായി പരിഹരിക്കും, അല്ലെങ്കിൽ അത് പരിഷ്കരിക്കും എന്ന് പ്രഖ്യാപിച്ച, അതിനെതിരെ ഒരു
ഇടതുപക്ഷ അംഗം പ്രസംഗിച്ചത് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. അദ്ദേഹം പറഞ്ഞത് രണ്ടാം ഭൂപരിഷ്കരണം മാഫിയകളുടെ കയ്യിലേക്ക് ഭൂമി ആണ് എന്ന്. അല്ല സാർ, കേരളത്തിലെ ഭൂരഹിതരായ, കേരളത്തിലെ ഭൂമിയുടെ വിവിധ ചട്ടങ്ങളും റൂള് കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകളെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി രണ്ടാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഗവൺമെന്റിനും ഈ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിനും അതോടൊപ്പം തന്നെ ഇത്രയും ദിശാബോധമുള്ള ഈ ഗവൺമെന്റിനെ നയിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ ബജറ്റിനെയും ബജറ്റിന് ശേഷമുള്ള പുതുക്കിയ ധനാഭ്യർത്ഥനയും പിന്തുണയ്ക്കുന്നു സാർ. പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സാർ.